നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ ഹീറോയുടെ കഥയാണ്. അബ്നർ അലോഷി അലക്സാണ്ടർ. കഥ തുടങ്ങുന്നത് അവൻ SAM ഉഡസ്ന സ്കൂളിൽ ഒരു അതിഥിയായിട്ട് വരുന്നിടത്താണ്. അബ്നർ വെറും അതിഥിയായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇതേ കോളേജിൽ പഠിച്ച് കളിക്കളങ്ങൾ അടക്കിവാണ് അവരുടെ സ്വന്തം പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഈക്കോ ബിൽഡ് ടെക് എന്ന വലിയൊരു കമ്പനിയുടെ CEO ആണ് അവൻ. അവനെ സ്വീകരിക്കാൻ കോളേജ് അധികൃതരും അധ്യാപകരുമൊക്കെ സ്നേഹത്തോടെ കാത്തുനിന്നിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി അബ്നർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മുന്നിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ പഴയ കോളേജ് ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകി നീങ്ങി. ആ നിമിഷം അവനൊരു ചെറിയ നഷ്ടബോധം തോന്നി. അബ്നറിന് പൂക്കൾ നൽകാൻ വന്നത് കൃഷ്ണയായിരുന്നു. അവളെ കണ്ടതും അബ്നറിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അവളുടെ കയ്യിൽ അവൻ കണ്ടത് അവന് ഒരുപാട് പരിചിതമായ മരത്തടി കൊണ്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ബ്രേസ്ലെറ്റ് ആയിരുന്നു. ആ ഞെട്ടൽ അവൻ പുറമേ കാണിക്കാതെ കൃഷ്ണയ്ക്ക് നന്ദി പറഞ്ഞു. കൃഷ്ണയും അവളുടെ കൂട്ടുകാരികളായ ഷിൻറ്റ, മീര, ബെറ്റി, സുമയ്യ എന്നിവരുമൊക്കെ സ്റ്റേജിലേക്ക് നോക്കി നിന്നു. അപ്പോൾ ബെറ്റി ആവേശത്തോടെ പറഞ്ഞു, ഇയാൾ നാഷണൽ ക്രഷ് ആയതിൽ അതിശയിക്കാനില്ലടി. ഹോളിവുഡ് സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു. എനിക്ക് ക്രഷ് അടിച്ചടി. കൃഷ്ണയുടെ മനസ്സിലും അതേ വികാരമായിരുന്നു. അവൾക്ക് തോന്നി അവളും അബ്നറും തമ്മിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നോ. പിന്നീട് രാമൻ സാറിന്റെ അനൗൺസ്മെന്റിന് ശേഷം അബ്നർ സംസാരിച്ചു. ഈ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇത് നിങ്ങൾക്ക് പരമാവധി ആസ്വദിക്കാനും നിങ്ങളുടെ കരിയറിന് അടിത്തറയിടാനും പറ്റിയ സമയമാണ്, അവൻ പറഞ്ഞു. സ്വന്തം കമ്പനിയുമായി ബന്ധപ്പെട്ട ചില രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച് അബ്നർ വേദി വിട്ടു. അബ്നർ അവിടെ നിന്ന് നേരെ പോയത് ബാംഗ്ലൂരിലെ ഹെഡ് ഓഫീസിലേക്കാണ്. ഓഫീസിലെത്തിയിട്ടും അവന്റെ മനസ്സിന് സന്തോഷം തോന്നിയില്ല. ആ ബ്രേസ്ലെറ്റ് അവന്റെ മനസ്സിൽ മായാതെ നിന്നു. താൻ ഒരുപാട് കാലമായി തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഓർമ്മകളായിരുന്നു അത്. അവൻ ഫ്ലാറ്റിലേക്ക് മടങ്ങി. അവന്റെ സഹായിയായ മോൻസി അബ്നറിന്റെ വിഷമം കണ്ടു. അലോഷി അച്ചാച്ച, എന്നാ പറ്റിയേ എന്നവൻ ചോദിച്ചു. അബ്നർക്ക് തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും മോൻസി അവനെ പള്ളിയിൽ പോകാൻ നിർബന്ധിച്ചു. അവിടെ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നും അവൾക്ക് ഇഷ്ടമാകുമെന്നും മോൻസി തമാശയായി പറഞ്ഞു. അബ്നർ ദേഷ്യപ്പെട്ടു. പക്ഷെ മോൻസിക്ക് ഒന്നും തോന്നിയില്ല. പിറ്റേന്ന് രാവിലെ നല്ല കുളിരുള്ള മഞ്ഞുള്ള ഒരു പ്രഭാതം. അബ്നർ നേരത്തെ ഉണർന്നു. ദുരൈ അവന് ഭക്ഷണം നൽകി. ദുരൈക്ക് അബ്നറിന്റെ മനസ്സിലുള്ള വിഷമം മനസ്സിലായിരുന്നു. ഞാൻ ഇന്ന് ഫ്രീയാണ്, വൈകിട്ട് നാട്ടിൽ പോകുകയാണ്, അബ്നർ ദുരൈയോട് പറഞ്ഞു. അവന്റെ മുഖം കണ്ടപ്പോൾ ദുരൈക്ക് തോന്നി, വീണ്ടും പഴയ ലോകത്തേക്ക് പോകുകയാണോ ആലോഷിക്കുഞ്ഞ് എന്ന് ഒരു നീറ്റൽ. ഈ കഥ തുടരും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.